പാറശ്ശേരി ചാമിയാച്ചൻ പഠിപ്പിച്ച പാഠങ്ങളായിരുന്നു. 1996 മാൻശ്ശേരിയിൽ നിന്നും പാലക്കാട്ട് മംഗലാംകുന്ന് തറവാട്ടിലേക്കുള്ള കൂടുമാറ്റം അവനെ മംഗലാംകുന്ന് കർണൻ എന്ന നാമധാരിയാക്കി. കേരളത്തിലുടനീളം മംഗലാംകുന്ന് തറവാട് പ്രശസ്തമാവാനുള്ള കാരണമായി കർണൻ അങ്ങനെ മാറി. ചാമിയാച്ചന്റെ പരിശീലനത്തിലൂടെ പിന്നീട് കർണന് നല്ല നാളുകളായിരുന്നു. പല സ്ഥലങ്ങളിലും തലപ്പൊക്കത്തിന് അവൻ ഒന്നാമനായി മാറി. പറവൂരിലെ ചക്കുമരശ്ശേരി അമ്പലത്തിൽ തലപ്പൊക്കത്തിന് 9 വർഷം അടുപ്പിച്ച് വിജയിയായി മാറിയതാണ് മംഗലാംകുന്ന് കർണൻ. ചെറായി പൂരത്തിനും അവൻ ഒന്നാമൻ തന്നെയായിരുന്നു. അന്ന് കർണൻ മത്സരിച്ചിരുന്നതെല്ലാം കേരളത്തിലെ തന്നെ മികച്ച ആനകൾക്കൊപ്പമായിരുന്നു. തിളങ്ങുന്ന കണ്ണുകളും തേജസ്സുള്ള രൂപവുമായി ഉത്സവങ്ങൾക്ക് മാറ്റിയിടാൻ എപ്പോഴും കർണൻ ഉണ്ടാകും. കൂടെ ചാമിയാശാനും. ആദ്യമായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഒപ്പം ഉത്സവപ്പറമ്പിൽ മത്സരിക്കാനെത്തിയ കർണനെ കണ്ടപ്പോൾ എല്ലാവരും നെറ്റിച്ചൊളിക്കുകയാണ് ഉണ്ടായത്. തലപ്പൊക്കത്തിൽ എപ്പോഴും ഒന്നാമനായി നിന്നിരുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഒപ്പം മംഗലാംകുന്ന് കർണൻ എത്തില്ല എന്ന് തന്നെയായിരുന്നു ആനപ്രേമികളുടെ മനസ്സിൽ. പക്ഷേ പൂരം തുടങ്ങി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തലയുയർത്തിയപ്പോൾ തന്നെ മംഗലാംകുന്ന് കർണനും തലയുയർത്തി. അതുവരെ അവനെ പുച്ഛിച്ച എല്ലാവരും അന്ന് അവന് വേണ്ടി കൈയടിച്ചു. അപ്പോഴും നടയുറപ്പിച്ച് കർണൻ എന്ന ആ സൂര്യപുത്രൻ ഉറച്ചു നിന്നു. ഏതൊരു കൊടി കെട്ടിയ ഉയരക്കേമന്മാരെയും നിഷ്പക്ഷമാക്കാനുള്ള കഴിവുള്ളവനാണ് അവനെന്ന് അന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുതന്നെയാണ് അന്ന് അവിടെ പ്രകടമാവുകയും ചെയ്തത്. കൂടെയുള്ള എല്ലാ ആനകളും വളരെ നന്നായി മത്സരിച്ചെങ്കിലും യഥാർത്ഥ മത്സരം രാമനിലും കർണനിലുമായിരുന്നു. അവിടെയാണ് കർണൻ എന്ന പോരാളിയെ ആനപ്രേമികൾ ഏറ്റെടുക്കുന്നത്. തലയെടുപ്പിൽ തന്നെക്കാൾ